ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു മെക്സിക്കൻ മീല് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇത് വളരെ ഈസിയാണ്, ഡെലീഷ്യസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മീറ്റ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ചീസ് ഉണ്ട്. നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ സീസണിങ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 200 ഗ്രാംസ് ബോൺലെസ് ചിക്കന് ഇവിടെ ഞാൻ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം, ക്യൂബ് അല്ലെങ്കിൽ സ്ട്രൈപ്പായിട്ടും നമുക്കത് ചെയ്യാം. അതിലേക്ക് ഒരു 1 ടീസ്പൂണ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂണ് ക്യൂമിൻ പൗഡർ, ജീരകപ്പൊടി, 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് അരച്ചെടുക്കുക, അല്ല നമ്മുടെ കയ്യിൽ പാക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ, ഇവിടെ ഞാനതാ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂണും അല്പം കൂടെ ഒറിഗാനോ എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ്, അല്ല എങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഇല്ല എങ്കിൽ സൺഫ്ലവർ ഓയിലോ റൈസ് പാൻ ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുമായിട്ട് വെക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത ശേഷം പിന്നെ ഉപ്പ് വേണമെന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ 15 മിനിറ്റ്സ് കഴിഞ്ഞു. അത് നമുക്ക് ഒരു തവ അടുപ്പിൽ വെച്ച ശേഷം ഒരു 1 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഒലിവ് ഓയിൽ ഇല്ല എങ്കിൽ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് റൈസ് പാൻ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. ഈ ചിക്കന് ഒരു 10 to 12 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്ത് ഈ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ 10 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ബോൺലെസ് ആകുമ്പോൾ എളുപ്പം അത് കുക്കാവുമല്ലോ. ഇനി ഇത് നമുക്ക് മാറ്റാം. അതേ പാനിലേക്ക് ഒരു 1/4 ടീസ്പൂണ് അര ടീസ്പൂണ് ഓയിൽ ഞാൻ ആഡ് ചെയ്തു. ഇപ്പം നമ്മൾ ആ റെസ്റ്റ് ചെയ്തിരുന്ന ഞാൻ ചിക്കൻ റെസ്റ്റ് ചെയ്താൻ വെച്ച സമയത്ത് ഒരു കാര്യം ചെയ്തു, കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തു. അതായത് ഇവിടെ ഞാൻ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു 1 അനിയൻ എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം, 3 ടൈപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ ഒരു മീഡിയം സൈസാണ് ഇത് 3. അതുപോലെ ഒരു 1 മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സെയിം പാനിൽ തന്നെ അല്പം കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അനീന് നമ്മൾ അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ ലെയർ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, ഇങ്ങനെ ലെങ്ത് വൈസ് ആയിട്ടും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെ സ്ക്വയർ പീസ് പോലെ ആക്കിയിട്ട് അതൊന്നും വഴന്നു. അതിലേക്ക് ഞാൻ ഈ ക്യാപ്സിക്കം എല്ലാം കൂടെ ഇടാണ്. അതൊന്ന്
വഴലട്ട്. ഒരു മിനിറ്റ് മതി. 1 മിനിറ്റ് കഴിഞ്ഞു. അതിലേക്ക് ഞാൻ ഇതേപോലെ തന്നെ ടൊമാറ്റോ അതിൻ്റെ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്തതാണ്, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എല്ലാം കൂടെ ഒരു 4 to 5 മിനിറ്റ്സ് വഴന്നാൽ മതി, ഒത്തിരി ഇതാക്കണ്ട. അതുപോലെ ഒരു അല്പം സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്തിടുക. ഇതിപ്പം ടോട്ടൽ 5 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ഈ സ്റ്റേജിലാകാൻ വേണ്ടി. ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതായ ചിക്കനൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് കൂടെ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായ ചിക്കനും വെജിറ്റബിളും നമുക്കതൊന്ന് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തത് ടോർട്ടിസ് ആണ്. ഇത് നമ്മൾക്ക് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു തവ വെക്കുക. അല്പം എന്തെങ്കിലും ബട്ടർ ആണെങ്കിൽ ബട്ടർ, അല്ലെ സാധാരണ ഓയിലാണെങ്കിൽ വെച്ച് ഒന്ന് തവ ചൂടായ ശേഷം ഒന്ന് ഇത് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു മിനിറ്റ് 1 സൈഡ് വെച്ചിട്ട് പിന്നെ ഫ്ലിപ്പ് ചെയ്ത് 1 മിനിറ്റ് കഴിഞ്ഞു. അത് അതർ സൈഡിലേക്ക് ഇത് ചെയ്തത്. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ഒത്തിരി ടൈം തന്നെ ആവശ്യമില്ല. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അടുത്തത് ചീസാണ്. ഞാൻ മൊസറല്ല ചീസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ ഉപയോഗിക്കുക. ഇനി ഇതില്ല എങ്കിൽ നമ്മൾ സാൻഡ്വിച്ചിന് യൂസ് ചെയ്യുന്ന അമൂലിൻ്റെ സ്ലൈസ് ടൈപ്പ് ചീസ് കിട്ടുമല്ലോ, അത് യൂസ് ചെയ്താലും മതി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ചെയ്തതായ ഫില്ലിങ്സ് ആഡ് ചെയ്യുക. ആ ഫില്ലിങ് വെച്ചു. ഇനിയും ടോപ്പിലും കുറച്ചുകൂടെ ഇതുപോലെ ചീസ് വെക്കുക. ചീസ് വെച്ച ശേഷം ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക. നല്ലതായിട്ട് പ്രസ് ചെയ്യുക. അതായത് ആ ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയാണ്. എന്നിട്ട് ഒത്തിരി സമയം എടുക്കേണ്ട കാര്യമല്ല, ഒരു 1/2 മിനിറ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ അത് ഫ്ലിപ്പ് ചെയ്ത് മറ്റേ സൈഡ് ഇത് ചെയ്യാം. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ചിക്കൻ കിസേരിയ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ, ശരിക്കും ടേസ്റ്റി ആയി. അപ്പോൾ എല്ലാം ഉണ്ട്. നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക.